السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا ونبينا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. മിറാഷ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ ഇരുലോകത്തും ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്നവരാണ് നമ്മൾ. എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പടച്ച റബ്ബ് പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിലെ 28-ാം ദിവസമാണ്. ഇത് വീഡിയോ ആയി അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തു വരുമ്പോഴേക്ക് ഏകദേശം ശഅബാൻ മാസമാകും. എന്തായാലും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ പവിത്രമേറിയ മാസങ്ങളിലൂടെയാണ്. പരിശുദ്ധമായ റജബാണെങ്കിലും പരിശുദ്ധമായ ശഅബാനാണെങ്കിലും പരിശുദ്ധമായ റമളാനാണെങ്കിലും പ്രാധാന്യമുള്ള മാസമാണിതൊക്കെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 3 മാസത്തെയും നമുക്ക് പരിചയപ്പെടുത്തി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് എന്നത് അള്ളാഹുവിന്റെ മാസമാണ്. ശഅബാനു ഷഹ്രി, പരിശുദ്ധമായ ശഅബാൻ അതെന്റെ മാസമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ പരിശുദ്ധമായ റമളാനാണെങ്കിലോ ഷഹ്റു ഉമ്മത്തി, അതെന്റെ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനമായി നൽകിയ ഒരു പരിശുദ്ധമായ മാസമാണ് റമളാൻ. നമ്മൾ മനസ്സിലാക്കണം, ഈ 3 മാസവും 3 കാര്യങ്ങളുടെ വാർഷികമാണ്. പരിശുദ്ധമായ റജബ് അത് നമ്മുടെ നിസ്കാരത്തിന്റെ വാർഷികമാണ്. റജബ് 27-നാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആകാശവും താണ്ടി ബഹ്റുൻ നൂറും കടന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും പ്രവേശിക്കാൻ പറ്റാത്ത എല്ലാ സീമകളെയും മറികടന്ന് മുത്തുനബി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തിയ ആ ഒരു അനുഭവമായ വല്ലാത്തൊരു പ്രണയ സാഫല്യത്തിന്റെ രാത്രി. ആ സമയത്താണ് 5 വഖ്ത് നിസ്കാരം അള്ളാഹു സമ്മാനമായി മുത്തുനബിക്ക് കൊടുത്തത്. ആ നിസ്കാരത്തിന്റെ വാർഷികമാണ് റജബ് 27-ലൂടെ കടന്നുപോയത്. ഇനി വരുന്ന പരിശുദ്ധമായ ശഅബാൻ മാസമാണെങ്കിലോ, ഏത് ശഅബാൻ? എന്റെ മാസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി തന്ന പരിശുദ്ധമായ ശഅബാൻ അത് മുത്തുനബിയുടെ മേലുള്ള സ്വലാത്തിന്റെ വാർഷികമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൽ നമുക്കൊക്കെ സുപരിചിതമായ ഒരു ആയത്തുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ഓരോ ഖതീബുമാരും മിമ്പറുകളിൽ നിന്ന് ഓതിത്തരുന്ന ആയത്ത്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന പരിശുദ്ധമായ ഖുർആനിലെ ആ വല്ലാത്തൊരു പ്രത്യേകതയേറിയ ആയത്ത് ഇറങ്ങുന്നത് ഈ പരിശുദ്ധമായ ശഅബാനിലാണ്. മുത്തുനബിയുടെ മാസമെന്ന് മുത്തുനബി പരിചയപ്പെടുത്തിയ ഈ ശഅബാനിലാണ് ഈ സ്വലാത്തിന്റെ ആയത്ത് ഇറങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ശഅബാൻ മാസം സ്വലാത്തിന്റെ വാർഷികമാണ്. എന്താണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് വിളിച്ചു പറയുന്നത്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, തീർച്ചയായിട്ടും അല്ലാഹുവും അവന്റെ മലക്കുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, മുത്തുനബിയുടെ മേൽ നിങ്ങളും സ്വലാത്ത് ചൊല്ലണമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ അനുശാസിക്കുന്നത്, കൽപ്പിക്കുന്നത്. ഇങ്ങനെ വേറൊരു കർമ്മത്തെക്കുറിച്ചും വേറൊരു അമലിനെ കുറിച്ചും അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടില്ല. ഞാനും മലക്കുകളും നിസ്കരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനും മലക്കുകളും നോമ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും നോമ്പ് പിടിക്ക്, അല്ലെങ്കിൽ നിങ്ങളും നിസ്കരിക്ക് എന്നൊന്നും അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. സ്വലാത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഈ ഒരു ശൈലിയിലുള്ള കൽപ്പന നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സ്വലാത്തിന്റെ വാർഷികമാണ് പരിശുദ്ധമായ ശഅബാൻ എന്നുള്ളത്. ജീവിതത്തിൽ നന്നാവണമെന്നൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ടാകും. പക്ഷെ എന്ത് ചെയ്യാൻ, തിന്മകളിലേക്ക് പോവുകയാണ് ഉസ്താദെ, നന്നാവാൻ പറ്റുന്നില്ല എന്നൊക്കെ പരാതിയുള്ളവർക്കുള്ള ഏറ്റവും വലിയ പരിഹാരമാണ് പരിശുദ്ധമായ സ്വലാത്ത്. നബിതങ്ങളുടെ മേലുള്ള സ്വലാത്ത് നിങ്ങൾ അങ്ങ് പതിവാക്കി നോക്ക്, ജീവിതം നന്നാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. സ്വലാത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്.
അതായത് ഏത് സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അമലാണ് സലാത്ത് എന്നുള്ളത്. നമ്മൾ ഒരുപാട് നിസ്കരിക്കാറുണ്ടായിരിക്കാം, ഖുർആൻ ഓതുന്നുണ്ടാകും, നോമ്പ് പിടിക്കുന്നുണ്ടാകും, സദഖ കൊടുക്കുന്നുണ്ടാകും. ഇതൊക്കെ നമുക്ക് ഒരു ഗ്യാരണ്ടിയുള്ള അമലല്ല. കാരണം മനുഷ്യൻ എന്ന നിലയിൽ ഒരുപാട് അസൂയയും ദേഷ്യവും വാശിയും വൈരാഗ്യവും ഒക്കെ വെച്ച് നടക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. അങ്ങനെ നമ്മുടെ സഹോദരനെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് പറയുമ്പോ, ഗീബത്ത് പറയുമ്പോ, നമീമത്ത് പറയുമ്പോ, നമ്മൾ അയൽവാസിയെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ നിസ്കരിച്ചതും നോമ്പ് പിടിച്ചതും സദഖ കൊടുത്തതും ഖുർആൻ ഓതിയതും ഒക്കെ അവിടെ ബാത്തിലായി പോവുകയാണ്. അത് മറ്റുള്ളവർ കൊണ്ടുപോവുകയാണ്. എന്നാൽ സ്വലാത്ത് അങ്ങനെയല്ല. നമ്മൾ ചൊല്ലിവെച്ച സ്വലാത്തുകൾ അത് നമുക്ക് മാത്രമുള്ളതാണ്. അതെടുത്ത് അല്ലാഹു ആർക്കും കൊടുക്കുകയില്ല. അതാണ് സ്വലാത്തിന്റെ പ്രത്യേകത. സ്വലാത്ത് ചൊല്ലുന്നതോടുകൂടെ ഇത്തരം തിന്മകളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും. നമ്മുടെ നാവ് സ്വലാത്ത് കൊണ്ട് ജോലിയായാൽ പിന്നെ എവിടെയാണ് കളവ് പറയാൻ നേരം, എവിടെയാണ് കുറ്റം പറയാൻ സമയം? ആ സമയം മുഴുവനും നമ്മുടെ നാവ് സ്വലാത്ത് കൊണ്ട് ജോലിയാവുകയാണ്. അതോടുകൂടെ ഹൃദയം ശുദ്ധമാവുകയാണ്. സ്വലാത്ത് വല്ലാത്ത അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. ഒരൊറ്റ സ്വലാത്തിന്റെ പവർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മഹാനായ ബറക്കാത്ത് ബിൻ അഹ്മദ് തങ്ങളെന്ന വലിയ പണ്ഡിതൻ അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ച സംഭവമാണ്. വസീലത്തുൽ മുതവസ്സിലീൻ ഫീ ഫളലി അലാ സ്വലാത്തി സയ്യിദുൽ മുർസലീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പതിവിലും വിപരീതമായി ഒരാൾ മനോഹരമായ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ കടന്നു വരികയാണ്. അദ്ദേഹം ആ ഒട്ടകപ്പുറത്തല്ല സാധാരണ വരാറുള്ളത്. അപ്പൊ സ്വഹാബത്ത് മുഴുവനും ആ വരുന്ന വ്യക്തിയെ നോക്കി. നല്ല മനോഹരമായ ഒട്ടകപ്പുറത്ത് അദ്ദേഹം വന്നു നബി തങ്ങളുടെ സദസ്സിലേക്ക് ഇരുന്നു. ഇൽമിന്റെ മജ്‌ലിസിലിരുന്ന് ഇങ്ങനെ ഇൽമ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വേറൊരു മനുഷ്യൻ വളരെ സങ്കടത്തോടെ, വളരെ വേദനയോടെ, വളരെ വിഷമത്തോടെ കടന്നു വന്നുകൊണ്ട് നബി തങ്ങളോട് പരാതി പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ വളരെ സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഒട്ടകം കഴിഞ്ഞ രാത്രി മോഷ്ടിക്കപ്പെട്ടു പോയിട്ടുണ്ട്, അത് കാണാതെയായിട്ടുണ്ട്. ആ പരാതി പറയാനാണ് നബി തങ്ങളുടെ അടുക്കലേക്ക് ഈ മനുഷ്യൻ കടന്നു വന്നത്. നബി തങ്ങൾ അയാളോട് ചോദിച്ചു, നിന്റെ ഒട്ടകം എങ്ങനെയുള്ള ഒട്ടകമാണ്? അതിന്റെ വിശേഷണങ്ങൾ പറയാൻ പറഞ്ഞു. അദ്ദേഹം നബി തങ്ങൾക്ക് കൃത്യമായി വിവരിച്ചു കൊടുത്തു. എന്റെ ഒട്ടകത്തിന്റെ നിറം ഇന്ന രീതിയിലാണ് എന്റെ ഒട്ടകമുള്ളത്, കണ്ടാൽ ഇതുപോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒട്ടകത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചപ്പോ നബി തങ്ങൾ നേരത്തെ വന്ന വ്യക്തിയുടെ ഒട്ടകത്തിലേക്ക് നോക്കിയപ്പോ നബി തങ്ങൾക്ക് തോന്നി, ഈ മനുഷ്യൻ പറയുന്ന ഒട്ടകം നേരത്തെ വന്ന ആൾ കൊണ്ടുവന്ന ഒട്ടകമാണ് എന്ന് നബി തങ്ങൾക്ക് തോന്നിയപ്പോ സദസ്സിൽ നിന്ന് അലി ഇബ്നു അബീ താലിബിനെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ ചോദിക്കുകയാണ്, അലിയെ, ഇയാൾ പറയുന്ന ഒട്ടകത്തിലല്ലേ നേരത്തെ പറഞ്ഞ വ്യക്തി കടന്നു വന്നിട്ടുള്ളത്? അലിയാർ തങ്ങൾക്കും അതെ എന്നാണ് ഉത്തരം പറയാനുണ്ടായിരുന്നത്. അലിയാർ തങ്ങൾക്കും തോന്നി, ഇയാൾ പറയുന്ന ഒട്ടകത്തിലാണ് നേരത്തെയുള്ള ആ വ്യക്തി കടന്നു വന്നിട്ടുള്ളത്. എങ്കിൽ നമുക്ക് ആ വ്യക്തിയെ വിളിപ്പിക്കാം. സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് ആ വ്യക്തിയെ നബി തങ്ങൾ വിളിപ്പിക്കുകയാണ്. ഏത് വ്യക്തിയെ? നേരത്തെ ഈ മനോഹരമായ ഒട്ടകപ്പുറത്ത് കടന്നു വന്ന വ്യക്തിയെ. എന്നിട്ട് അദ്ദേഹത്തോട് നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഒട്ടകം എവിടെ നിന്നാണ്? ആ മനുഷ്യൻ പറഞ്ഞു, നബിയെ, ഞാനിത് ഇന്നലെ പൈസ കൊടുത്ത് വാങ്ങിയതാണ്, അങ്ങാടിയിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ ഈ മനുഷ്യൻ സമ്മതിക്കുന്നില്ല. ഈ മനുഷ്യൻ പറയുന്നു, ഇത് എന്റെ ഒട്ടകമാണ്, ഇന്നലെ മോഷ്ടിക്കപ്പെട്ടതാണ്, ആരാണ് കട്ടുകൊണ്ടുപോയതെന്നറിയില്ല, ഇത് എന്റെ ഒട്ടകം തന്നെയാണ് എന്ന് ഈ മനുഷ്യനും വാദിക്കുന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒട്ടകപ്പുറത്ത് വന്ന വ്യക്തിയോട് പറഞ്ഞു, നിങ്ങൾ ഇത് അങ്ങാടിയിൽ നിന്ന് വാങ്ങിയതാണ് എന്നതിന് നിങ്ങൾ ഇവിടെ തെളിവ് ഹാജരാക്കണം. പാവ മനുഷ്യൻ അവിടെ കുടുങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സാക്ഷിയോ ഒരു തെളിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവസാനം ഈ മനുഷ്യൻ ഇങ്ങനെ സങ്കടപ്പെട്ട് സ്വഹാബത്തിന്റെ മുമ്പിൽ ഞാൻ കള്ളനായി വിധിക്കപ്പെടാൻ പോകുന്നല്ലോ എന്ന സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഈ മനുഷ്യൻ ചുണ്ടനക്കിയിട്ട് എന്തോ ഒന്ന് മന്ത്രിക്കുകയാണ്. ആർക്കും എന്താണെന്നറിയില്ല, എന്താണെന്ന് ആരും കേട്ടിട്ടുമില്ല. അങ്ങനെ ഈ മനുഷ്യൻ ചുണ്ടനക്കിയിട്ട് എന്തോ മന്ത്രിച്ചപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അകക്കണ്ണ് കൊണ്ട് നബി തങ്ങൾ കാണുകയാണ്, ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്ന് പട്ടിന്റെ തുണിയിൽ ആ മനുഷ്യൻ മന്ത്രിച്ച ആ ഒരു മന്ത്രത്തെ പൊതിഞ്ഞെടുത്തുകൊണ്ട് വാനലോകത്തേക്ക് കടന്നുപോയി. ആ സമയത്ത് വലിയ അത്ഭുതം ആ മദീന പള്ളിയിൽ സംഭവിക്കുകയാണ്. കെട്ടിയിടപ്പെട്ട ഒട്ടകം അവിടുന്ന് സംസാരിക്കുകയാണ്, നബി തങ്ങളോട് സലാം പറയുകയാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു, സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു. അവിടെ
പരാതിയുമായി കടന്നു വന്ന വ്യക്തി അത്ഭുതപ്പെട്ടു. കാരണം ഇത്രയും കാലം തന്റെ കൂടെയുള്ള ഒട്ടകം ഇന്നലെ രാത്രി മോഷ്ടിക്കപ്പെട്ടു പോയതാണ്, ഇതുവരെ സംസാരിച്ചിട്ടില്ല. നബി തങ്ങളോട് ഈ ഒട്ടകം സംസാരിക്കുകയാണ്. എന്താ ഈ ഒട്ടകം സംസാരിച്ചതെന്നറിയോ? നബി തങ്ങളോട് സലാം പറഞ്ഞിട്ട് ഒട്ടകം പറയുകയാണ്, ഇന്നഹു ലം യുസ്രിഖനി. ആ വ്യക്തിയെ കാണിച്ചു കൊടുത്തുകൊണ്ട്, ഈ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഈ പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ നബിയെ, ആ മനുഷ്യൻ എന്നെ മോഷ്ടിച്ചിട്ടില്ല. എന്നിട്ട് ഒട്ടകം വിശദമായി പറയുകയാണ്, എന്നാൽ ഈ പരാതിയുമായി വന്ന വ്യക്തി കളവ് പറഞ്ഞതല്ല, ഞാൻ അദ്ദേഹത്തിന്റെ ഒട്ടകം തന്നെയാണ്. കഴിഞ്ഞ രാത്രി ഒരു കൊള്ള സംഘം വന്നുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എന്നെ മോഷ്ടിച്ചു കൊണ്ടുപോയി അങ്ങാടിയിൽ വിൽക്കാൻ വെച്ചു. ഈ പാവപ്പെട്ട മനുഷ്യൻ അതിലൂടെ കടന്നു വന്നു. ആ മനുഷ്യൻ അറിയുന്നില്ല ഇത് കൊള്ളക്കാരാണ് എന്നുള്ളത്. അങ്ങനെ തന്റെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് എന്നെ വാങ്ങിയതാണ് നബിയെ. ഈ മനുഷ്യൻ നിരപരാധിയാണെന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും അവിടെ സന്തോഷമാവുകയാണ്. ഉടനെ നബി തങ്ങൾ ചോദിച്ചു, അല്ല മോനെ, നീ വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന നേരത്ത്, നിന്റെ മേൽ കുറ്റം ആരോപിക്കപ്പെട്ട സമയത്ത് നീ എന്തോ ഒരു കാര്യം മന്ത്രിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അത് മലക്കുകൾ ഇറങ്ങി വന്ന് പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു ആ മന്ത്രമെന്ന് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, നബിയെ, ഞാൻ ആകെ സങ്കടപ്പെട്ടു പോയി. എൻ്റെ കയ്യിൽ സാക്ഷികളില്ല, എൻ്റെ കയ്യിൽ തെളിവുകളില്ല. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് എന്നെ കള്ളനായി വിധിക്കുമല്ലോ അല്ലാ എന്ന സങ്കടം വന്നപ്പോൾ എനിക്ക് വേറൊരു മാർഗവും എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഞാൻ സ്വീകരിച്ചത് അങ്ങയുടെ പേരിൽ ഞാൻ ഒരൊറ്റ സ്വലാത്ത് ചൊല്ലി നബിയെ. ആ സ്വലാത്താണ് മലക്കുകൾ വന്ന് പൊതിഞ്ഞു കൊണ്ടുപോയത്. ആ സ്വലാത്തിന്റെ കാരണമായി കൊണ്ടാണ് ഈ ഒട്ടകം സംസാരിച്ചത് എന്ന് അവിടെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ഒരൊറ്റ സലാത്തിന്റെ മഹത്വമാണ്. ജീവിതം ഇങ്ങനെ സലാത്ത് കൊണ്ട് ധന്യമാക്ക്. ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും. മഹാനായ സുലൈമാനുൽ ജസൂലി എന്ന വലിയ പണ്ഡിതൻ ദലായിലുൽ ഖൈറാത്ത് നിങ്ങളിൽ പലരും പതിവാക്കുന്നവരായിരിക്കും. ആ ദലായിലുൽ ഖൈറാത്ത് ക്രോഡീകരിച്ച മഹാനായ സുലൈമാനുൽ ജസൂലി എന്ന വലിയ പണ്ഡിതൻ അത് ക്രോഡീകരിക്കുന്നതിന് വലിയൊരു അനുഭവത്തിന്റെ പശ്ചാത്തലമുണ്ട്. ആ പണ്ഡിതനും സംഘവും ഇങ്ങനെ യാത്ര പോകുമ്പോ വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുകയാണ്. ആ സമയത്ത് ഒരു കിണറിന്റെ അടുത്ത് ചെന്നു. അതിന്റെ അടിയിൽ ഒരൽപ്പം വെള്ളമുണ്ട്, പക്ഷേ അത് കോരിയെടുക്കാൻ ഒരു നിർവാഹവുമില്ല. ആ സമയത്ത് ആ കിണറിന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നൊരു ചെറിയ കുട്ടി ഓടി വന്നുകൊണ്ട് ആ കിണറിലേക്ക് ആ കുട്ടി തുപ്പുകയാണ്. ആ സമയത്ത് വെള്ളം വന്നു. ഈ മഹാനായ സുലൈമാനുൽ ജസൂലിയെ പോലുള്ള പണ്ഡിതന്മാർ അത്ഭുതപ്പെട്ടുകൊണ്ട് ആ കുഞ്ഞുമോളോട് ചോദിച്ചു, എന്തേ മോളെ ഇത്ര വലിയ അത്ഭുതം കാണിക്കാൻ നിനക്ക് സാധിച്ചത്? ആ കുട്ടി പറഞ്ഞ മറുപടി, ഞാൻ എപ്പോഴും നബിതങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാറുണ്ട്. ആ സ്വലാത്ത് ചൊല്ലുന്ന നാവിനെ നനക്കുന്ന ഉമിനീരിന്റെ ആ ഒരു കറാമത്താണ് അവിടെ കണ്ടത്. ഉടനെ മഹാൻ അവിടെ നിന്ന് തീരുമാനിക്കുകയാണ്, സ്വലാത്തിന്റെ ക്രോഡീകരണം സ്വന്തമായി ഒന്ന് ഉണ്ടാക്കണമെന്ന് മഹാനായ സുലൈമാനുൽ ജസൂലി തങ്ങൾ അവിടെ നിന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ സിയാഉ സിത്ത മുഴുവനും പരതി, ഹദീസിന്റെ ഗ്രന്ഥങ്ങളൊക്കെ പരതി, സലാത്തിനെ കുറിച്ചുള്ള ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ചു. ആ വലിയ മഹാൻ ദലായിലുൽ ഖൈറാത്ത് എന്ന ആ ഒരു വലിയ അമൂല്യമായ നിധി നമുക്ക് സംഭാവന തന്നു. സലാത്ത് അത്ഭുതമാണ്. ജീവിതം സലാത്ത് കൊണ്ട് ധന്യമാക്കി മരിക്കുന്നതിന് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ റൗളയിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് ഉള്ളറിഞ്ഞു ചൊല്ലാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.